ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇപ്പോൾ പാകിസ്ഥാനിലെ മരിച്ചവരുടെ എണ്ണം 26 പാക് ആർമി പറയുന്നു, 35 പാക് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത നേരത്തെ കണ്ടിരുന്നു. ഏതാണ്ട് 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് 600-700 പേരുണ്ടായിരുന്ന ചില ഭീകരരുടെ ട്രെയിനിങ് ക്യാമ്പുകളൊക്കെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും ഈ ഭീകരർ മരിച്ചതൊക്കെ ഭീകരർ തന്നെയാണ്, സാധാരണക്കാരൊന്നും അല്ല. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. ഒരു കാര്യം, ഈ മൗലാന മസൂദ് അസറിൻ്റെ വീട് ഇതിൽ ആക്രമിക്കപ്പെട്ടു എന്നൊരു വിവരമുണ്ട്. അയാൾ എവിടെയെന്ന് അറിയില്ല, പക്ഷേ അയാളുടെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ശ്രീനാഥ്? എവിടെയായിരുന്നു മസൂദ് അസർ അല്ലെ ഹാഫിസ് സയ്യിദ്? നമ്മൾ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽപ്പെടുത്തിയവരാണല്ലോ. അപ്പോൾ ഇവരൊക്കെ എവിടെയാണ് എന്നതിൻ്റെയൊക്കെ എന്തെങ്കിലും സൂചനകൾ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? വിജയകുമാർ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആർമി ഒരു വാർത്താ സമ്മേളനം അല്പസമയം മുമ്പ് നടത്തിയിരുന്നു. ISPR, അതായത് ഇന്റർ സർവീസസ് PR, അത് പാകിസ്ഥാൻ്റെ ഈ മാധ്യമ വിഭാഗമാണ്. അവർ പറയുന്നത് 26 മരണമാണ് ഈ ആക്രമണത്തിൽ സംഭവിച്ചത്. പരിക്കേറ്റവരുടെ എണ്ണം അത് 46 എന്നതാണ് അവർ ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ നമുക്കറിയാം 24 സ്ട്രൈക്കാണ് ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ നടത്തിയത്. 9 തീവ്രവാദി ക്യാമ്പുകളിലായി 24 സ്ട്രൈക്കുകളിൽ ഏതാണ്ട് 100-നടുത്ത് അല്ലെങ്കിൽ 100-ന് മുകളിൽ ഭീകരരെങ്കിലും മരിച്ചിട്ടുണ്ടാവാം എന്നതാണ് നമ്മുടെ ഏതാണ്ട് കണക്ക്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ആ കണക്ക് 25-26 ഒതുക്കി നിർത്തുകയാണ്. അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ വരും സമയങ്ങളിൽ പാകിസ്ഥാൻ അത് കൂട്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യും. പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് മരിച്ചത് സിവിലിയൻസ് ആണ് എന്നൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ ആശുപത്രികളിലെത്തി അവരെ കാണുന്നുമുണ്ട്. ഏതായാലും മൗലാന മസൂദ് അസർ അടക്കമുള്ള ഭീകരരുടെ താവളങ്ങളിലാണ് ആക്രമണം നടത്തിയത്. മസൂദ് അസറും ഹാഫിസ് സയ്യിദും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ തടങ്കലാണ് എന്ന് അവർ പറയുന്നു. പക്ഷേ നമ്മൾ ലോകത്തിനറിയാം അതങ്ങനെയല്ല. അവരുടെ സുരക്ഷയിലാണ്, പാകിസ്ഥാൻ സേന ഒരുക്കിയ സുരക്ഷയിലാണ് ഈ ഭീകരർ ഒക്കെ ഉള്ളത് എന്നതറിയാം. ഏതായാലും മസൂദ് അസറിൻ്റെ കുടുംബം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം വരുന്നുണ്ട്. ഏതാണ്ട് കുടുംബത്തിലെ 10ഓളം പേരെങ്കിലും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നൊരു വിവരം നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അതിനും ഒരു ഔദ്യോഗിക സ്വഭാവം ഇതുവരെ കൈവന്നിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണ് അത്തരം വിവരങ്ങൾ വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സേന തന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ മരണസംഖ്യ ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ കണക്കുകളും വിവരങ്ങളും കൂടി പുറത്തേക്ക് വിട്ടേക്കും. ഈ സമയത്ത് ആക്രമണം നടത്തിയ ഇടങ്ങൾ, അതിൻ്റെ സ്വഭാവമൊക്കെയാണ് ഇന്ത്യൻ സേന വാർത്താ സമ്മേളനത്തിൽ കൂടി പറഞ്ഞത്. അതുകൊണ്ട് പാകിസ്ഥാന് വലിയൊരു അടി കിട്ടി എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രാവിലെ സംസാരിച്ച സ്വരത്തിലല്ല ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു അടി, ഇനിയൊരു തുടർ അടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതായാലും ഇങ്ങനെ ഒരു റിട്ടാലിയേഷനിൽ നിന്ന് ഞങ്ങൾ റിഫ്രെയിൻ ചെയ്യാം, ഞങ്ങൾ പുറകോട്ട് നിൽക്കാം എന്നതാണ് ഇപ്പോൾ ബ്ലൂംബർഗിന് തകർത്തു. അതിൽ 2 റഫാൽ ഉണ്ട് എന്നൊക്കെയുള്ള വീരവാദം മുഴക്കലായിരുന്നു പാകിസ്ഥാനിൽ കേട്ടത് രാവിലെ. അതിൽ നിന്നൊക്കെ അവർ പിന്മാറി കാണുമല്ലോ. നമ്മൾ നടത്തിയ തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ അടങ്ങുന്ന തെളിവുകൾ ഇതാ ലോകത്തിന് മുന്നിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന കളവും ഒന്നും പറഞ്ഞ് അതിനെ ചെറുക്കാനോ പ്രതിരോധിക്കാനോ പാകിസ്ഥാൻ മുതിരില്ലെന്ന് കരുതാം. ഈ വീരവാദം ആയിരുന്നു രാവിലെ മുതൽ പാക് മീഡിയയിൽ നിന്നും ഒക്കെ അവർ സർക്കാരിൻ്റെ വൃത്തങ്ങളിൽ നിന്നൊക്കെ കേട്ടത്. അതിൽ നിന്നൊക്കെ അവർ പിന്മാറിയിട്ടുണ്ടോ? മാത്രമല്ല ഡോൺ പോലെയുള്ള പ്രധാന പത്രങ്ങൾ 5 വിമാനങ്ങൾ അടിച്ചിട്ടു എന്നൊക്കെ ഉള്ള വ്യാജം എഴുതി പിടിപ്പിക്കുന്നത് കഷ്ടമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ശീലമാണത്. തീർച്ചയായും. പക്ഷേ ഇപ്പോൾ ഡോൺ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമല്ല. നേരത്തെ അവരുടെ വെബ്സൈറ്റ് നമുക്ക് ലഭ്യമാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ലഭ്യമല്ലാത്തൊരു സ്ഥിതിയുണ്ട്. തുടക്കത്തിൽ അവർ 3 ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നതാണ് പറഞ്ഞത്. പിന്നീട് അത് 5 മാറി. പക്ഷേ ഇതിനൊക്കെ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവും അവർക്ക് കാണിക്കാനുമില്ല, പറയാനുമില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു മൊറയിൽ ഈ സമയത്ത് തകർക്കാനും അവരുടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കേൾക്കാൻ പോകുന്ന പഴിയുണ്ടല്ലോ, ആ പഴി ഒന്ന് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയായിരിക്കാം അങ്ങനെ ഒരു നുണക്കഥ, അവർ സാധാരണ ചെയ്യുന്ന ആ നുണക്കഥ അത് ഈ സംഭവത്തിലും ഒന്ന് ആവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം അവരുടെ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാവൽ നിൽക്കാമെന്നൊക്കെ ട്വീറ്റ് ചെയ്ത് പോയ ആളുകളാണ്. ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യൻ സേന ഉള്ളിൽ കയറി ഇത്ര വലിയൊരു നാശനഷ്ടം ഈ ഭീകര താവളങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചത്. കാരണം ആ സമയത്ത് സ്വാഭാവികയും പാകിസ്ഥാൻ്റെ ഇത്തരം വാദങ്ങളൊക്കെ തന്നെ പൊള്ളയാണ് എന്ന് അവരുടെ ജനം മനസ്സിലാക്കുന്ന നിമിഷം കൂടിയാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെയല്ല, ഞങ്ങളും കുറച്ചൊക്കെ പ്രതിരോധിച്ച് നിന്നു എന്നൊരു തോന്നൽ അവരുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം കള്ളങ്ങൾ പാകിസ്ഥാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 3 ഇല്ല, 5 ഇല്ല, ഒരു വിമാനവും തകർന്നതിനെ കുറിച്ച് ഒരു തെളിവും പാകിസ്ഥാൻ്റെ കൈവശമില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പൊള്ളവാദങ്ങൾ തുടർച്ചയായി ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തുറന്നുകൊണ്ടിരുന്നതാണ്. അതൊക്കെ തന്നെ ഒന്നൊന്നായി പൊളിയുകയും ചെയ്തു. ഇന്നിപ്പോൾ സൈന്യം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഏതെങ്കിലും സിവിലിയൻ കേന്ദ്രമല്ല, കൃത്യമായി അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ കോർഡിനേറ്റ്സ്, അതെവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രങ്ങൾ, തെളിവുകൾ സഹിതമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം നടന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു തെളിവോ ഏതെങ്കിലും നുണയോ പുതുതായി പാകിസ്ഥാന് പടച്ചു വിടേണ്ടി വരും. തൽക്കാലം അത്തരമൊരു സാഹചര്യത്തിനൊന്നും അവർ മുതിരുന്നില്ല. ഇനി ഒരു അടി ഒന്നുകൂടി കിട്ടാൻ അവർക്ക്
പറയുകയായിരുന്നു. മാത്രമല്ല എന്നതാണ് കൃത്യമായി 3 റഫാൽ വിമാനങ്ങൾ, 1 സുഗോയ്, 1 മിഗ് എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ട കാര്യമൊക്കെയാണ് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. 1 എന്നിൽ തുടങ്ങി 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ വിമാനങ്ങൾ അടിച്ചിട്ട് തന്നെ തെളിവ് ചോദിക്കുമ്പോഴത്തേക്കും ഇവരൊന്നും മിണ്ടുന്നില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഖ്വാജ ആസിഫ് അവരുടെ പാക് പ്രതിരോധ മന്ത്രി പറയുന്നത് ഇനി ഒന്നും ചെയ്യത്തില്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യത്തില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പേടി പ്രകടമാണ്, ആ പേടി നല്ലതുമാണ്. അതാ ഇവിടെ സവായി നാല ക്യാമ്പ്, സെയ്റ്റ്ന ബിലാൽ, മസ്കറി അക്സാജ്, ചേലാബന്ദി, ദുലായ്, ഗർഹി, ഹബീബുള്ള, ബത്രാസി, ബലാക്കോട്ട്, ഓഖി, ബെയ്, സെൻസ, ഗുൽപൂർ, കോട്ട്ലി, ദൂങ്കി, ബർണാല, മഹ്മൂന ജോയ, സർജാൽ, മുരീഡ് കെ, ബഹവൽപൂർ എന്ന് പറയുന്ന ചെറുതും വലുതുമായ ക്യാമ്പുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. 26 പേർ കൊല്ലപ്പെട്ടുവെന്ന് പാക് സൈന്യം തന്നെ പറയുന്നുണ്ട്. പര്യടനം മാറ്റിവെച്ചു എന്ന വിവരം വരുന്നുണ്ട്. ക്രൊയേഷ്യ, നെതർലാൻഡ്സ് അതുപോലെ നോർവേ സന്ദർശനമാണ് ഈ പുതിയ പശ്ചാത്തലത്തിൽ നീട്ടിവെച്ചു എന്ന വിവരം വരുന്നത്. നീട്ടിവെച്ചേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു, അതിപ്പോൾ നീട്ടിവെച്ചു എന്ന മെയ് 13 മുതൽ 17 വരെയായിരുന്നു ഈ പര്യടനങ്ങൾ നിശ്ചയിച്ചത്. ഈ സംഘർഷ സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് അത് നീട്ടിവെക്കും എന്നതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, അവിടുത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ബൽറാം നിൽക്കുന്ന മേഖലയൊക്കെ അതിർത്തിയോട് LOCയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്, വളരെ സെൻസിറ്റീവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അവിടുത്തെ ഒരു സുരക്ഷ, ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ ഒരു പക്ഷേ ഇടയ്ക്കൊക്കെ എങ്കിലും അവർക്ക് ശീലമുള്ളതാണെങ്കിൽ പോലും എന്താണ് അവിടുത്തെ ഒരു പൊതു സാഹചര്യം? ശ്രീനഗർ പരിസര പ്രദേശങ്ങൾ അല്ലെങ്കിൽ കാശ്മീരിലെ ഒരു പൊതു സാഹചര്യം എന്താണ് ഇപ്പോൾ? ഒമർ അബ്ദുള്ള പറയുന്നുണ്ടായിരുന്നു. ബൽറാം ഒമർ അബ്ദുള്ള അവിടെ കാശ്മീരിലെ ഈ പറഞ്ഞ പണം അടിയന്തര സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ ഈ പൂഞ്ച്, രജൌരി മേഖലയിലൊക്കെ വലിയ ഷില്ലിങ്ങും ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടമൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ആ ഒരു രാവിലെ കണ്ട കാഴ്ചയ്ക്ക് ഇപ്പോൾ ഒരു അറുതിയുണ്ടോ, ശമനമുണ്ടോ ബൽറാം? ഹഷ്മി, ഇപ്പോൾ ഈ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നിലച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചിരുന്നു, സാഹചര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു. തുടർന്ന് കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകിയിട്ടുണ്ട്. BSF DGക്ക് ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അതിർത്തി മേഖലകളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കൂടി കടക്കാനുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അത് ഒരു വീക്ഷണത്തോടെയുള്ള ഒരു നടപടി കൂടിയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയൊരു ആക്രമണത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെങ്കിൽ ആ ഒരു ഘട്ടം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നടപടി എന്നുള്ളത്. കാരണം അതിർത്തിയോട് ഏറെ ചേർന്ന് താമസിക്കുന്ന ആളുകളാണ് ആ പൂഞ്ച്, രജൌരി അടക്കമുള്ള മേഖലയിൽ ഉള്ളത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും ഏതാണ്ട് 100-150 മീറ്റർ മാത്രം അകലെ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് പുലർച്ചെ ഈ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെയാണ് ഈ മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത്. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം ആക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ. അതിൽ ഏറ്റവും കൂടുതലായി ആക്രമണം നേരിട്ടത് പൂഞ്ചിൽ തന്നെയാണ്. പൂഞ്ചിലെ ജനവാസ മേഖലയിൽ ഉണ്ടായ ആക്രമണത്തിൽ മാത്രം 6 പേർ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണങ്ങളിൽ. സമാനമായി രജൌരിയിൽ ആക്രമണമുണ്ടായി, ഉറിയിലും ആക്രമണം ഉണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും കൂടുതൽ തീവ്രമായി ഉണ്ടായത് പൂഞ്ച് മേഖലയിലാണ്. മെന്തറിലും ആക്രമണമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ആക്രമണം അതിരൂക്ഷമായി ഉണ്ടാകുന്ന മേഖലകളിലെ ജനവാസ മേഖലകളിലെ ജനങ്ങളെ അവിടെ നിന്നും മാറ്റാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് നിങ്ങൾ ഇനി ആക്രമണം നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ മിണ്ടാതിരിക്കാം എന്നാണ് പറയുന്നത്. അതൊരു ബോധോദയമാണ്, നല്ല കാര്യവുമാണ്. അപ്പോൾ ഇനി ആ മേഖല അടങ്ങി ഇന്ന് പറയാനായോ, അതോ അവരുടെ എന്തെങ്കിലും ഗൂഢതന്ത്രമാണോ പ്രതികരണം? ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റ് മസൂദ് അസർ released a statement claiming 10 family members have been killed in India's airstrike in Balpur. Pakistan media had reported 14 people were killed in his house. Funeral 4 PM എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അയാൾ തന്നെ പറയുകയാണ് അയാളുടെ 10 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന്. പാകിസ്ഥാനിലെ മീഡിയ പറയുന്നത് 14 ഇയാളുടെ 14 ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ മരിച്ചവരുടെ ഫ്യൂണറൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ മൗലാന മസൂദ് അസറിന് കനത്ത പ്രഹരം എന്ന് പറയാം. അയാളുടെ ഇടത്തും വലത്തും ഒക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതല്ല, അയാളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ടോപ്പ് റാങ്ക് LET ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് 20 ലീഡർഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ അധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിന് കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും മസൂദ് അസർ കൊല്ലപ്പെട്ടിട്ട് ഇല്ല എന്നാണ് തോന്നുന്നത്. കാര്യം മസൂദ് അസർ 1 വർഷം മുമ്പ് പാകിസ്ഥാനിൽ
അങ്ങനെയാണെങ്കിൽ മസൂദ് അസർ റിലീസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല. മസൂദ് അസർ ചിലപ്പോ അപ്പോൾ അതാവണമെന്നില്ല. ഉണ്ടാവില്ല, അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. വ്യാജമാണോ ഒരുപക്ഷെ വ്യാജമാണോ എന്നറിയില്ല. എന്തായാലും ഈ 10 പേർ കൊല്ലപ്പെട്ട കാര്യം പുറത്തു വരുന്ന ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റ് മസൂദ് അസർ റിലീസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇനി അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. ഒരുപക്ഷെ കൊല്ലപ്പെട്ടുവെങ്കിൽ ഇതിനോടകം തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതാണ്. എന്തായാലും അവരുടെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് 20 ലീഡർഷിപ്പിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഉറപ്പാണ്. മസൂദ് അസർ 10 കുടുംബാംഗങ്ങളും അറിയാൻ കഴിയുന്നത്. മാത്രമല്ല പാക് പട്ടാളം 26 മരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മരണങ്ങൾ എന്തായാലും അതിന്റെ 10 മടങ്ങ് എന്തായാലും അത്ര സ്ഥിരീകരണം പാക് പട്ടാളത്തിന് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ബൽറാം ചോദിച്ചത് പാകിസ്ഥാൻ അടങ്ങി എന്നതിന്റെ സൂചനയായി കാണണോ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം? ബൽറാം, ഹാഷ്മി, ഇത് പറയുന്നത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുൻ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെല്ലുവിളികൾ, ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലും നടത്തിയ വാഗ്ദാനങ്ങൾ, ഇതെല്ലാം ഷെല്ലാക്രമണത്തിൽ 10 സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും 30 പേർക്ക് പരിക്കുന്നുമുള്ള വാർത്ത ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ ഷെല്ലാക്രമണം കുറച്ച് കടുത്ത ഷെല്ലാക്രമണമായിരുന്നു അല്ലേ രാവിലെ? ഹഷ്മി, നേരത്തെ നമ്മൾ 6 പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇപ്പോൾ ഷെല്ലാക്രമണം നിരച്ച ഒരു ഘട്ടത്തിലാണ് ഈ വീടുകളിൽ അടക്കമുള്ള ഇടങ്ങളിൽ എത്തി ഈ പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും കണക്കുകൾ, അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് മരണസംഖ്യ 10 എന്ന വിവരം പുറത്തുവരുന്നത്. 36 പേർക്ക് ഇതിനകം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരെ ഇതിനകം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂഞ്ച് മേഖലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ആക്രമണം നേരിടേണ്ടി വന്നത്. ഒപ്പം തന്നെ നിരവധി വീടുകൾക്ക് ഗുരുതരമായ കേടുപാടുകളും ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ഇപ്പോൾ അതിർത്തിയിലെ ഈ പ്രകോപനം അല്ലെങ്കിൽ ഷെല്ലാക്രമണം നിലച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് ഒരു തന്ത്രമാണോ എന്ന് പോലും വിലയിരുത്തിക്കൊണ്ട് അതീവ ജാഗ്രതയിലൂടെയാണ് സൈന്യം ഈ മേഖലയിൽ പെരുമാറുന്നത്. സൈന്യം തന്നെയാണ് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ മേഖലയിലുള്ള നാട്ടുകാർക്ക് സഹായത്തിനായി ഇറങ്ങിയിരിക്കുന്നതും സൈന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. പൂഞ്ച്, മെന്ദർ, രജോരി മേഖലയിൽ പാകിസ്ഥാന്റെ ആക്രമണം അതീവ രൂക്ഷമായി ജനവാസ മേഖലയിലേക്ക് ഉണ്ടായ ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം കൃത്യമായി തന്നെ പാക് പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അത് സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയ പാക് സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ എത്ര നാശനഷ്ടം, എന്ത് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇനിയും വരേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ ഉണ്ടായിട്ടില്ല. സൈനികർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പരിക്കേറ്റതായോ മറ്റോ ഉള്ള വിശദീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം പാക് മാധ്യമങ്ങൾ ഈ ഭീകരവാദികളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ, സഹോദരി അടക്കമുള്ള 10 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ബഹവൽപൂരിലെ ഒരു കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ മാത്രമാണ് 14 പേർ കൊല്ലപ്പെട്ടത്. അതിൽ 10 പേർ മസൂദ് അസറിന്റെ സഹോദരി അടക്കമുള്ള കുടുംബാംഗങ്ങളാണ്. എന്നാൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി, ഭർത്താവ്, അനന്തരവന്റെ ഭാര്യ, വീട്ടിലെ 5 കുട്ടികൾ എന്നിവരാണെന്നാണ് ഏറ്റവും ഒടുവിൽ. ഇതെനിക്ക് തോന്നുന്നു ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റ് മസൂദ് അസർ പുറത്തുവിട്ട റിലീസിൽ പറയുന്നതാണ്. മസൂദ് അസറിന്റെ മൂത്ത സഹോദരി, ഭർത്താവ്, അനന്തരവന്റെ ഭാര്യ, വീട്ടിലെ 5 കുട്ടികൾ, കൊച്ചുമകൻ എന്നിവരടക്കം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. മസൂദ് അസറുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ കൊല്ലപ്പെട്ട കാര്യം സ്ഥിരീകരിക്കുന്നത് മറ്റാരുമല്ല, അയാൾ തന്നെയാണ്. ഇനി അയാൾ കൂടി കൊല്ലപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം അതൊക്കെ അല്പസമയത്തിനകം അറിയേണ്ടതാണ്. എന്തായാലും മസൂദ് അസറിനുണ്ടായത് അയാൾ ചെയ്ത പാപങ്ങൾക്കുള്ള ശമ്പളം എന്ന നിലയ്ക്കുള്ള കടുത്ത തിരിച്ചടി എന്ന് തന്നെ വേണം പറയാൻ. അതുമാത്രമല്ല, ഈ ലഷ്കർ ഇ തോയ്ബ എന്ന സംഘടനയുടെ ഈ മുറിയിട്കയിലടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ഉന്നതതല പരിശീലനം നൽകുന്ന ഈ പറയുന്ന കൊടും ഭീകരവാദികൾ കൂടി കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു.